നമസ്കാരം. എല്ലാവരും പുതിയ LD ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം എപ്പോഴാണ് സൈലം ബാച്ച് തുടങ്ങാന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഓൾറെഡി നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ബാച്ച് എങ്ങനെയായിരിക്കും, ബാച്ചിലെ ടോപ്പിക്കുകൾ ഏതൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഏത് സിലബസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇതിനു മുമ്പത്തെ എക്സാമിലെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ സിലബസിലേക്ക് ആദ്യം ഒന്ന് പോവാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം 2024 ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് 2 സിലബസ് ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും. അതിലൊന്ന് ഡിഗ്രി ഉള്ള ചില പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ DCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള പോസ്റ്റുകളിലേക്കുള്ള സിലബസിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനകത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന കുറെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിനകത്ത് വെബ് ഡിസൈനിങ്ങിന്റെ കുറെ ഭാഗം ഉണ്ടായിരുന്നു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, DBMS സിസ്റ്റംസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിലബസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ആ തസ്തിക അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള സിലബസ് അല്ല നമുക്കുള്ളത്. അത് വളരെ ആശ്വാസകരമാണ്. ഒത്തിരി നിങ്ങൾക്ക് പഠിക്കാനില്ല, അത്രമാത്രം പഠിക്കാനില്ല. ഇനി അങ്ങനെ ഈ സിലബസ് തന്നെ, അതായത് നമുക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ബേസിക്സ് ഓഫ് IT, അതായത് ബേസിക്സ് ഓഫ് ITയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ആ ബേസിക്സ് ഓഫ് ITയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ വേർഡും എക്സലും പവർ പോയിന്റും പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം 40 മാർക്ക് ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സിലബസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി പുതിയ സിലബസ് വരുമ്പോഴും കാര്യഗൗരവമായി മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ച് തന്നെയാണ് ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആകെ 100 മാർക്കാണുള്ളത്. ആ 100 മാർക്കിന്റെ ഡിവിഷൻ ഓൾമോസ്റ്റ് ആദ്യത്തെ 10 മാർക്ക് വരുന്നത് GKയും കറണ്ട് അഫയേഴ്സ് ഭാഗമായിരിക്കും. ആ GKയിലും വലിച്ചുവാരി എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനകത്ത് ഇന്ത്യയുടെ കേരളത്തിന്റെ ഫാക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്ത്യയിലെ കേരളത്തിന്റെ ജോഗ്രഫി, കേരളത്തിന്റെ ഹിസ്റ്ററി, കുറച്ച് എക്കണോമിക്സിന്റെ കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. പിന്നെ കേരളത്തിലെ നവോത്ഥാനത്തിന്റെ കാര്യം കുറച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. അപ്പൊ ഇത്രയും ഭാഗം 10 മാർക്ക്. അപ്പൊ കുറച്ച് ഉള്ളെന്ന് പറഞ്ഞാൽ പോലും, ഞാൻ കുറച്ചെന്ന് പറഞ്ഞത് ഇപ്പൊ LDയുടെ ഒക്കെ സിലബസ് എടുത്ത് നോക്കിയാൽ GK എത്ര വൈഡാണോ അതിനകത്തൊക്കെ ഭയങ്കര കുറച്ച് ഭാഗമാണുള്ളത്. അത്രയാണ് ഉദ്ദേശിച്ചത്. ഇനി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ DCA ഒക്കെ ഉള്ള കുറച്ചുകൂടെ ഡിഗ്രി നിലവാരത്തിലൊക്കെ ഉള്ള ടൈപ്പിസ്റ്റുകൾക്കും നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ ഉണ്ടായിരുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള വലിയൊരു സിലബസ് ആയിരുന്നു. അപ്പൊ ആ സിലബസ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കിവിടെ വേർഡും എക്സലും പവർ പോയിന്റും കുറച്ചുകൂടെ നന്നായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവിടെ നിന്നുള്ള ചോദ്യങ്ങളുടെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇതാണ് നമ്മുടെ കീ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്ന കാര്യം. 40 മാർക്ക് കോൺട്രിബ്യൂഷൻ അവിടുന്ന്. അതിൽ ഒരു 15 മാർക്ക്, അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ഓൾമോസ്റ്റ് ഒരു 15-17, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 15-17 മാർക്ക് വരെ ഏകദേശം ഇവിടുന്ന് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 15 മാർക്ക് നമുക്ക് പറയാം, ഓൾമോസ്റ്റ് ഒരു 15 എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം, അല്ലെങ്കിൽ ഒരു ആവറേജ് 15 മാർക്ക് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി ഒരു 25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏകദേശം വേർഡിന്റെ ഭാഗത്ത്, എക്സല്, പവർ പോയിന്റ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ഓരോ ടാബുകൾ എന്തിനാണ്, ഓരോന്നിലുള്ള ഷോർട്ട് കട്ട് എന്തിനാണ്, ഇന്ന ടാബിൽ എന്തൊക്കെ കാണും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് അറിയാമെങ്കിൽ, ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നിങ്ങൾ എപ്പോഴേലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചാലും അത് കിട്ടിക്കോളും. ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യേണ്ട കേസ് ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അത്യാവശ്യം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഉൾപ്പെടുത്തുന്നു, നമ്മുടെ സിലബസിലുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്, ഈ ഭാഗമുണ്ട്. അപ്പൊ 25 മാർക്കിനുള്ള അതും 15 മാർക്കിനുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ ബേസിക്സ് ഓഫ് IT ഈ പറയുന്നതും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യങ്ങൾ കുറച്ചൊക്കെ സിലബസിന് ഔട്ട് പുറത്ത് കയറി ചോദിച്ചെങ്കിൽ അതിന്റെ ഭാഗങ്ങളോട് കുറച്ച് ഉൾപ്പെടുത്താനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുകൂടെ ഉൾപ്പെടുത്തി തരുന്നുണ്ട്. ഏതായാലും നല്ല കവറേജ് ഉള്ള ക്ലാസ്സുകളായിരിക്കും നമ്മളിവിടെ സെറ്റാക്കി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഗം. പിന്നെ ടൈപ്പ് റൈറ്റിംഗിന്റെ 10 മാർക്കിനുള്ള ടൈപ്പ് റൈറ്ററിനെ പരിചയപ്പെടുന്നത്, ടൈപ്പ് റൈറ്ററിന്റെ ഓരോ ഭാഗങ്ങൾ, അത് ക്ലീൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഓരോ സംഭവം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും കുറെ കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ. പിന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ്. മലയാളത്തിന്റെ 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. 20 മാർക്കിനുള്ള ചോദ്യം മലയാളത്തിന്റെ, 20 മാർക്കിനുള്ള ചോദ്യം ഇംഗ്ലീഷിന്റെ, അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക് നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളുന്നു. സിലബസ് എല്ലായിടത്തും പറയുകയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക്
ഇതിന്റെ എല്ലാം റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക. നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ വേണ്ട കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾ സമയം പോലെ കാണുക. ഏറ്റവും ചുരുക്കി ഏറ്റവും ക്രിസ്പായിട്ട് കിട്ടുന്ന രീതിയിലാണ് ആ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ബാച്ചിൽ. ഓരോന്നായിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇത്ര തീർക്കുമെന്ന് പറയും. നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അങ്ങനെ കണ്ട് തീർക്കുക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു 15 മാർക്കിന്റെ ഭാഗം ഈ ക്ലാസ്സുകളിൽ എടുത്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വന്ന ചോദ്യങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ 2024 ടൈപ്പിസ്റ്റ് എക്സാമിൽ ആ ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങൾ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്ങനെ ചെയ്യാൻ പറ്റും, അതൊന്ന് കാണിച്ചു തരണം. ആ ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. ചുമ്മാ പറഞ്ഞു പോവല്ല, ഈ ക്ലാസ്സിലൂടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ചോദ്യമാണിത്. ആ ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവും വേണ്ട, CPU അല്ലെ. CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയുന്നു. ബ്രെയിനോ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഏതാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാലൊക്കെ നമുക്ക് പറയാൻ പറ്റും CPU എന്ന് പറയുന്ന ഭാഗമാണ്. ഈസിയാണ്. ഇനി ഇതിനകത്ത് CPU എന്ന് പറയുന്ന ആളില്ലെങ്കിൽ പിന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. CPU എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് ബ്രെയിൻ ആയിട്ടോ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ടോ ഒക്കെ പരിഗണിക്കാൻ പറ്റുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്തു പോവാം, നമുക്കറിയാവുന്നല്ലേ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ്. ഔട്ട്പുട്ട് ഡിവൈസ് കുട്ടികളെ 5 പേരെ ഓർത്താൽ മതി. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഔട്ട്പുട്ട് ഡിവൈസ് അല്ല എന്ന് ഉറപ്പിക്കാം. ഔട്ട്പുട്ട് ഡിവൈസിൽ ഏറ്റവും പ്രധാനി ആരാന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളെ മോണിറ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ ആള് മോണിറ്റർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് സ്പീക്കർ ആണ്. രണ്ടാമത്തെ ആള് സ്പീക്കർ. ഇനി പറയുന്ന 3 പേര് പിയിൽ തുടങ്ങി 6 അവസാനിക്കുന്ന 3 പേരാ. പിയിൽ തുടങ്ങി 6 അവസാനിക്കുന്ന 3 പേര്. പിയിൽ തുടങ്ങുന്നു, 6 പേര് അവസാനിക്കുന്നു. ആ 3 പേരും ആരാ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആദ്യത്തെ ആളെ നമുക്ക് വിളിക്കാം പ്രധാനി. ഇവരിൽ പ്രധാനി. മോണിറ്റർ കഴിഞ്ഞാൽ പിന്നെ പ്രിന്റർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. അപ്പൊ മോണിറ്റർ കഴിഞ്ഞാൽ പിന്നെ പ്രധാനി, പ്രിന്റർ. സ്പീക്കർ അവിടെ ഉണ്ട്, ഇല്ല, പ്രാധാന്യം കുറവാണ്, അങ്ങനെ ഒന്നും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ചോദ്യം വരാറുള്ളത് മോണിറ്റർ കഴിഞ്ഞാൽ പിന്നെ പ്രിന്ററിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൂടുതൽ പ്രിന്ററിനാണ് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളത്. പ്രാധാന്യം ഉണ്ട്. ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള ഒരാൾ തന്നെയാണ് പ്രിന്റർ എന്ന് പറയുന്നത്. മോണിറ്ററിനും ഉണ്ട് പ്രാധാന്യം, പ്രിന്ററിനും ഉണ്ട്. അത് കഴിഞ്ഞേ ബാക്കിയുള്ള ആൾക്കാർക്കുള്ളൂ. ഇനി അടുത്ത ആള് പ്ലോട്ടർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. പ്രിന്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആൾ പ്ലോട്ടർ എന്ന് പറയുന്ന ഡിവൈസ്. പിന്നെ പറയാൻ പറ്റും പ്രൊജക്ടർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാ. മോണിറ്റർ, സ്പീക്കർ, പ്രിന്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെ തന്നെ വന്നാലും അത് ഔട്ട്പുട്ട് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ചിലപ്പോൾ മെമ്മറി ഡിവൈസുകളായിരിക്കാം, എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഡിവൈസുകളായിരിക്കാം ഒരു പക്ഷേ അതുപോലെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നെറ്റ്വർക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ റൂട്ടർ അല്ലെങ്കിൽ ബ്രിഡ്ജ്, ഹബ്ബ്, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. എന്തായാലും ഔട്ട്പുട്ട് ഡിവൈസുകൾ പ്രധാനികൾ ഈ 5 പേർ. ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ 5 പേരെയാണ്. അപ്പൊ അതിനകത്ത് ഒരാൾ ഇവിടെ കാണാൻ പറ്റും. ഔട്ട്പുട്ട് ഡിവൈസ് ഏതാ? ഇതിനകത്തുള്ള ഔട്ട്പുട്ട് ഡിവൈസ് പ്രിന്റർ ആണ്. മൗസോ ലൈറ്റ് പെന്നോ കീബോർഡോ എല്ലാം ഇൻപുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. ഈസി ക്വസ്റ്റ്യൻ. 13ാമത്തെ ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 കിലോബൈറ്റിൽ എത്ര ബൈറ്റ് ഉണ്ടെന്നാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. വെറുതെ നമ്മൾ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റിനെ, മെമ്മറി സ്റ്റോർ ചെയ്യുന്ന ഏറ്റവും ചെറിയ അളവിനെ വിളിക്കുന്ന പേര് 1 ബിറ്റ് എന്നാണ്. 1 ബിറ്റ് ഏറ്റവും ചെറിയ അളവ്. ഈ 1 ബിറ്റ് എന്നുള്ളത് 4 ബിറ്റ് ആയി കഴിഞ്ഞാൽ, 4 ബിറ്റിന്റെ കളക്ഷൻ ആയാൽ അതിനെ വിളിക്കുന്ന പേര് ഒരു നിബിൾ എന്നാണ്. 4 ബിറ്റ് ആയാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഒരു നിബിൾ. അത് 8 ബിറ്റ് ആയാൽ വിളിക്കുന്ന പേര് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ 2 നിബിൾ എന്ന് വിളിക്കാം, ഇല്ലേ? 4 ബിറ്റ് ഒരു നിബിൾ ആണ്, 8 ബിറ്റ് 2 നിബിൾ നമുക്ക് വിളിക്കാം. 8 ബിറ്റിനെ അങ്ങനെ അല്ലാതെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 1 ബൈറ്റ്. അതിനെ 1 ബൈറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. 1 ബൈറ്റ്. 1024 ബൈറ്റ് ആയാൽ, ഓർത്തോണേ, 1024 ബൈറ്റ് ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് 1 കിലോ ബൈറ്റ് അഥവാ KB. അപ്പൊ ഓർത്തേ, നമുക്കിവിടെ പറയാവുന്ന കാര്യം എന്താ? 1024 ബൈറ്റിനെ വിളിക്കുന്ന പേരാണ് 1 കിലോ ബൈറ്റ്. 1024 ബൈറ്റ് 1 കിലോ ബൈറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 2 കിലോ ബൈറ്റ്. അപ്പോൾ എത്ര ബൈറ്റ് ആണ്?
2 കിലോബൈറ്റ് എത്ര ബൈറ്റാ? ഇതിന്റെ ഇരട്ടി എടുത്താൽ പോരെ. 1024 ഇരട്ടി എത്രയാ? 2048. 2048 ആണ് 2 കിലോബൈറ്റ് എന്ന് പറയുന്നത്. 1 കിലോബൈറ്റ് 1024 ബൈറ്റ് ആണെങ്കിൽ 2 കിലോബൈറ്റ് 2048 ബൈറ്റ് ആയിരിക്കണം. അപ്പൊ ആൻസർ എത്രയാ? സി ആണ് വരിക, 2048. ഈസി ലോജിക് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മെമ്മറിയുടെ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. KB കഴിഞ്ഞാൽ പിന്നെ MB ആണ്. ഇങ്ങനെ പഠിച്ച് നമ്മൾ പോകും കേട്ടോ. ബാച്ചിൽ പഠിക്കുന്നുണ്ട്. ഇനി 14ാമത്തെ ചോദ്യം. 14ാമത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ വെച്ചിട്ടാട്ടോ. ഫുൾ ഫോം ഓഫ് URL എന്നാണ്. URL എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ തന്നിരിക്കുന്ന സിലബസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ആളാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫുൾ ഫോം ആണ്. URL എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിങ്കിനെ, ഓരോ വെബ്സൈറ്റിന്റെയും ലിങ്കിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നീല കളറുള്ള, ചിലപ്പോഴൊക്കെ അണ്ടർലൈനിലൊക്കെ കാണിക്കുന്ന ആ ലിങ്കിനെ ആധികാരികമായി വിളിക്കുന്ന പേരാണ്. ഏതെങ്കിലും ഒരു സെർവറിൽ ഇരിക്കുന്ന വെബ് പേജിന്റെ ഫയലുകളെ, അതിന്റെ ലൊക്കേഷനെ സൂചിപ്പിക്കുന്ന ഒരു അഡ്രസ്സാണ്. അപ്പൊ URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾക്കറിയാം URLന്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യം 15. വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ? ആപ്പിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ലിനക്സ്. ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് ആരുടെയും ഉടമസ്ഥതയിലുള്ളതൊന്നുമല്ല. വിൻഡോസ് എന്നാണ് അതിന്റെ പേര് ശരിക്കും. വിൻഡോസ് ഡെവലപ്പ് ചെയ്തേക്കുന്ന മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ആളാണ്. മാക് OS, ഇതാണ് ശരിയായ ഉത്തരം. മാക് OS എന്ന് പറഞ്ഞാൽ മാക്കിൻഡോഷ് OS എന്നൊക്കെ പറഞ്ഞാൽ ആപ്പിളിന്റെ ആണ്. ഡോസ് അത് വിൻഡോസിന്റെ ഉടമസ്ഥയിലുള്ളതാണ്, വേറെയാണ്, വിട്ടേക്കും. മാക് OS എന്ന് പറഞ്ഞാൽ, മാക്കിൻഡോഷ് എന്ന് പറഞ്ഞാൽ, iOS എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആപ്പിളിന്റെ OSകളാണ്. അതിന് എക്സാമ്പിൾ ആണ്. അടുത്ത 16ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഡിജിറ്റൽ സിഗ്നൽ ഇൻടു അനലോഗ് സിഗ്നൽ? ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആയിട്ടോ തിരിച്ച് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്ന ആ ഡിവൈസിനെ വിളിക്കുന്ന പേര് മോഡം എന്നാണ്. റൗട്ടർ ആണോ? അല്ല. സ്വിച്ച് ആണോ? റിപ്പീറ്റ് ആണോ? അല്ല. മോഡുലേറ്റർ എന്ന് പറഞ്ഞ ഇത് മോഡം എന്ന് പറഞ്ഞാൽ മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കുന്നു. ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആ അനലോഗ് സിഗ്നലിനെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നൽ ആക്കുന്ന പരിപാടിയാണ് ഇവിടെ ഈ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ. അപ്പൊ മോഡം അറിയാവുന്നത്. 17. DPI എന്നതിന്റെ ഫുൾ ഫോം. ഇത് പ്രിന്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രിന്ററിന്റെ ക്ലാരിറ്റിയെ സൂചിപ്പിക്കുന്ന, പ്രിന്ററിന്റെ റെസല്യൂഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ആണ് DPI എന്ന് പറയുന്നത്. DPIയുടെ ഫുൾ ഫോം ഡോട്ട്സ് പെർ ഇഞ്ച് എന്നാണ്. ഡോട്ട്സ് പെർ ഇഞ്ച്, DPI. ഇതുപോലെ നമുക്ക് മോണിറ്റർ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മോണിറ്റർ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് PPI എന്ന് പറഞ്ഞ ആളെ പഠിക്കാനുണ്ട്. PPI എന്ന് പറഞ്ഞാൽ പിക്സൽസ് പെർ ഇഞ്ച് എന്നാണ്. പിക്സൽസ് പെർ ഇഞ്ച്. അങ്ങനെ PPI ചോദിച്ചാൽ അവിടെ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി സ്കാനറിന്റെ ആണെങ്കിൽ SPI എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാമ്പിൾസ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് പറയും. സാമ്പിൾസ് പെർ ഇഞ്ച് എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണേൽ പരിഗണിക്കാനൊക്കെ ആയിട്ട് പറ്റും. പോട്ടെ. PPI പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട DPI, പിന്നെ PPI ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി 18ാമത്തെ ചോദ്യം. എവറി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ എ യുണീക് 4-part string known as ഡാഷ്. അതായത് ഇന്റർനെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ കമ്പ്യൂട്ടറിനെയും, ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഓരോ ഫോണിനെയും, ഓരോ ഡിവൈസിനെയും എല്ലാം തിരിച്ചറിയുന്നത്. നമ്മളിപ്പോൾ കോൾ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ വെച്ച് തിരിച്ചറിയും. നമ്മൾ മെയിൽ അയക്കുമ്പോൾ നമ്മുടെ മെയിൽ ID വെച്ച് തിരിച്ചറിയും. ഇന്റർനെറ്റിൽ നമ്മൾ എവിടെയൊക്കെ കയറി ഇറങ്ങി പോയാലും ഗവൺമെന്റിന്, അതോറിറ്റിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കയറുന്നോ അവർക്ക് ഇവൻ എവിടുന്നാ വരുന്നത്, ഇവന്റെ അഡ്രസ് ഏതാ എന്ന് വെച്ചാൽ വീടിന്റെ അഡ്രസ് അല്ല കേട്ടോ, ഈ ഏകദേശം ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഏതാന്നൊക്കെ മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു അഡ്രസ്സുമായിട്ടാണ്. നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറിയാലും ഒരു കൊടി പൊക്കി പിടിച്ചുകൊണ്ടാ പോകുന്നത്. ആ കൊടിയിൽ ഒരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിന്റെ പേരാണ് IP അഡ്രസ്. ഒരു IP അഡ്രസ്സിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒരു സാധാ IP അഡ്രസ് 2 വകഭേദമുണ്ട്. V4ഉം V6ഉം ഉണ്ട്. ഇതിൽ IPv4 ആണെങ്കിൽ അത് 3 ഡിജിറ്റിന്റെ വീതം 4 പാർട്ട്. 3 ഡിജിറ്റിന്റെ വീതം 4 പാർട്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 12 ഡിജിറ്റ് ടോട്ടലുള്ള. ഇവിടെ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? 4-part സ്ട്രിങ് എന്നാ. 4-part സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രിങ്, ഇതൊരു സ്ട്രിങ്, ഇതൊരു സ്ട്രിങ്, ഇതൊരു സ്ട്രിങ്. ഇങ്ങനെ 4 പാർട്ടുകളുള്ള, ഓരോ പാർട്ടിലും 3 ഡിജിറ്റുകൾ വീതമുള്ള 12 ഡിജിറ്റ് നീളമുള്ള ഒരു അഡ്രസ് ആയിരിക്കും ഇത്. ഒരു 12 ഡിജിറ്റ് അഡ്രസ് ആണ്. ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 32 ബിറ്റ് അഡ്രസ് ആവും. ഈ പറയുന്നതൊന്നും സിലബസിൽ ശരിക്കും നെറ്റ്വർക്കിംഗിന്റെ ഭാഗമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഈ ഭാഗമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരിക. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. 19ാമത്തെ ചോദ്യം. അപ്പൊ ഇത് IP അഡ്രസ് ആണ്. ബാക്കി 19ാമത്തെ ചോദ്യം. ഇതും സിലബസിൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് ഒരു ഒറ്റ കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് പണ്ട് ചോദിക്കാറുള്ള, പണ്ടത്തെ സിലബസിൽ ഉണ്ടായിരുന്നതാണ്. ശരിക്കും ഔട്ട് ഓഫ് സിലബസ് കയറി വന്നിരിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ കാണാറേ ഇല്ല. പണ്ട് സ്ഥിരം ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ചോദ്യം.
കമ്പ്യൂട്ടറുകളുടെ ജനറേഷൻ, ഇതിന്റെ അകത്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, അതിനകത്ത് ഉപയോഗിക്കുന്ന സ്വിച്ചിങ് ഡിവൈസ് അല്ലെങ്കിൽ അതിനകത്തെ പ്രധാനപ്പെട്ട ഡിവൈസ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ നമ്മൾ ശരിക്കും പറയും അത് വാക്വം ട്യൂബ് ഉപയോഗിച്ചിരിക്കുന്ന വാക്വം ട്യൂബ് എന്ന് നമ്മൾ വിളിക്കും. പണ്ടത്തെ ആദ്യമായി ഇലക്ട്രോണിക്സ് ഒക്കെ വളർന്നു വരുമ്പോൾ ഉള്ള ഒരു ഡിവൈസ്, അത്യാവശ്യം സൈസുള്ള സാധനമാണ് വാക്വം ട്യൂബ് എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ടു. നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഡിവൈസാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. കുറച്ചുകൂടെ തേർഡ് ജനറേഷനായി, അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. തേർഡ് ജനറേഷൻ വന്നപ്പോൾ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ചിപ്പ് ഉണ്ടാക്കി. ആ ചിപ്പിനെ വിളിച്ചു IC ചിപ്പ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് അഥവാ IC ചിപ്പ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാ? 19B ആണ്. IC ചിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ ജനറേഷൻ വന്നു. ഫോർത്ത് ജനറേഷൻ വന്നപ്പോഴത്തേനും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രൊസസർ എന്നൊക്കെ പറയുന്നത് ശരിക്കും വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ അഥവാ VLSI ടെക്നോളജിയിലൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചിപ്പുകളാണ്. അപ്പൊ ഇവിടുത്തെ ടെക്നോളജി പ്രധാനമായിട്ടും VLSI. ഫിഫ്ത്ത് ജനറേഷൻ വരുന്നു. ഫിഫ്ത്ത് ജനറേഷന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ULSI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെയൊക്കെ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളൊക്കെ ആയിരിക്കാം ഒരു ചെറിയ ചിപ്പിനകത്ത്. അപ്പൊ കുറെ ട്രാൻസിസ്റ്ററുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചിപ്പുകളാണ് ഈ പറഞ്ഞ VLSIയും ULSI ഒക്കെ. ഭയങ്കര ഇന്റഗ്രേഷനാണ്. ഇനി അടുത്ത ഭയങ്കര ചെറിയ നാനോ സൈസിലുള്ള ട്രാൻസിസ്റ്ററുകളൊക്കെ ആവുന്നു. അങ്ങനെ കൂടി വരികയാണ് ജനറേഷൻ. അപ്പൊ ഫിഫ്ത്ത് ജനറേഷൻ വരുന്നു, പഠിച്ചു വെക്കുക. ഫസ്റ്റ് വാക്വം ട്യൂബുകളാണ്, സെക്കൻഡ് ട്രാൻസിസ്റ്ററുകളാണ്, മൂന്നാമത്തെ IC ചിപ്പുകളാണ്, നാലാമത്തെ VLSI ആണ്, അഞ്ചാമത്തെ ULSI. ഇവിടെ ഉത്തരം IC ചിപ്പ് ഈസി ആയിട്ട് കിട്ടി. ബാക്കി ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. 20ാമത്തെ ചോദ്യം, മാൽവെയർ ഇസ് ദ ഷോർട്ട് ഫോം ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആൻഡ് യൂസ് ടു റെഫർ ടു ഡാഷ് എന്നാണ്. മാൽവെയർ എന്താണ്? ഡെഫിനിഷൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനോ കമ്പ്യൂട്ടർ ഫയലുകൾക്കോ കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്കെല്ലാം ദോഷകരമാവുന്ന എല്ലാത്തരം സോഫ്റ്റ്വെയറുകളെയും വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോമൺ നെയിമാണ്, ജനറിക് നെയിമാണ് മാൽവെയർ. അപ്പൊ മാൽവെയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരെയൊക്കെയാണ് റെഫർ ചെയ്യുന്നത്? ഇതിനകത്ത് ഏതൊക്കെയാ മാൽവെയർ എന്നാണ് ചോദിച്ചേക്കുന്നത്? സ്പൈവെയർ മാൽവെയർ ആണോ? സ്പൈവെയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയൊക്കെ നമ്മൾ അറിയാതെ അടിച്ചുകൊണ്ട് പോകും. സ്പൈ ചെയ്യാണ്. അതെ, നമുക്ക് പ്രശ്നമാണ്. വോമ് കയറി വന്നു കഴിഞ്ഞാൽ അത് പെരുകിയിട്ട് നമ്മുടെ സിസ്റ്റം ചിലപ്പോൾ അനങ്ങാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് മൊത്തം ഊറ്റിക്കൊണ്ട് പോകും. നമ്മുടെ അഡ്രസ് ബുക്കിലൊക്കെ ഉള്ള എല്ലാവരിലേക്കും ഈ സാധനം ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. വള്ളിയാണ്. വൈറസ് ഏതെങ്കിലും ഫയലിന്റെയോ സിനിമ കോപ്പി ചെയ്തതിന്റെ കൂടെയോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെയൊക്കെ കയറി വന്ന് ഇൻസ്റ്റാൾ ആവും. നമ്മുടെ ഫയലുകൾ ഡിലീറ്റ് ആക്കിയേക്കാം, ഷോർട്ട് കട്ട് ആക്കിയേക്കാം, മാറ്റിയേക്കാം, പണി തരുന്ന ആളാണ്. ഇപ്പോൾ വൈറസ് ഇതെല്ലാം ഒരേ കാറ്റഗറി അല്ലെങ്കിൽ മാൽവെയർ എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യമാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടുത്തെ ഉത്തരവാവുക. ഇത് വലിയ കട്ടിയുള്ള ചോദ്യങ്ങളല്ല. ഞാൻ ഈ ചോദ്യം കാണിച്ചു തന്നത് നിങ്ങളൊന്ന് പഠിച്ചാൽ, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഭാഗം ഞാൻ എടുത്ത ഭാഗം കുറച്ചുകൂടെ വൃത്തിക്ക് പറഞ്ഞു തന്നാണ്. ബാക്കി ഈ പറയുന്ന ഷോർട്ട് കട്ട്സോ അല്ലെങ്കിൽ എക്സലിന്റെയോ പവർ പോയിന്റ് ഒക്കെ ചോദിക്കുന്നതൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന, നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ചോദിക്കുക. വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഭാഗത്ത് ഉണ്ടാവാൻ നമുക്ക് തൽക്കാലം പോകുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊരു മികച്ച അവസരമായിട്ട് നിങ്ങൾ കാണണം. ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് LD ടൈപ്പിസ്റ്റ് എഴുതാനുള്ള യോഗ്യതയുണ്ട്. ഈ പറഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാമുകൾ നിങ്ങൾ എഴുതി പാസ്സായിട്ടുള്ള വ്യക്തി, എല്ലാവർക്കും കയറി എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറവായിരിക്കും, നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ തരത്തിലുള്ള പോസ്റ്റുകൾ ഭാവിയിലേക്ക് അധികം ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാര്യം AI-യും സാങ്കേതിക വിദ്യയും ട്രാൻസ്ലേഷനും അതും ഇതും എല്ലാം നല്ലപോലെ വരുന്നത് കൊണ്ട് ഡാറ്റ എൻട്രിയോ ടൈപ്പിസ്റ്റിനോ ഒക്കെ ഭാവിയിൽ ഒത്തിരി ചാൻസ് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത് എപ്പോഴാണോ അവസരമുള്ളത് മാക്സിമം അടിച്ചിടുക, കയറുക, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. അതിനുവേണ്ടി നമ്മുടെ റെക്കോർഡ് ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലൈവ് ബാച്ച് അല്ല, റെക്കോർഡ് ബാച്ചാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ ബാച്ചിന്റെ ആകെ പ്രൈസ് വരുന്നത് 999 രൂപ മാത്രമാണ്. 1000 രൂപയോളമാണ് പ്രൈസ് വരുന്നത്. അപ്പൊ അത് ഒരു മികച്ച അവസരമാണ്. 10,000, 2,000, 2,500 രൂപയൊക്കെ ടൈപ്പിസ്റ്റ് ബാച്ചുകൾക്കൊക്കെ മിനിമം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉള്ളപ്പോൾ
നമ്മൾ ഇങ്ങനെയാണ് ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിച്ചതോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഇതിനകത്ത് എല്ലാ ഭാഗങ്ങളുടെയും ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ ഭാഗങ്ങളുടെയും ക്ലാസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. നിലവിലുള്ള സിലബസ് അനുസരിച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കൊന്ന് പരിശ്രമിച്ചാൽ സ്കോർ ചെയ്ത് ആദ്യത്തെ റാങ്കുകളിൽ എത്താനായിട്ട് പറ്റും. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ മാസം 5-ാം തീയതിയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 5-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തൊട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായി വീഡിയോസ് ആഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഓരോന്നും പഠിച്ച് മുമ്പോട്ട് പോവാം. വാലിഡിറ്റി 6 മാസമാണ് ഡ്യൂറേഷൻ ഉള്ളത്. 6 മാസത്തെ വാലിഡിറ്റി. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഇവിടെ ഒരു എൻക്വയറി നമ്പർ നൽകിയിട്ടുണ്ട്, 9995-100-800. ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഞാൻ പറഞ്ഞൊക്കെ തന്നെയാണ് കാര്യം. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എല്ലാം സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ അപ്പ് ചെയ്ത് തരുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ആ പഠനം കൊണ്ടുപോവുക. വിജയം നിങ്ങളെ തേടിയെത്തും. ക്ലാസ്സുകളെല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് വന്നോളും. റെക്കോർഡ് ബാച്ച് ആയിരിക്കും ഫുൾ എന്ന് പറഞ്ഞു. ഇടയ്ക്ക് നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ ഒക്കെ ആയിട്ട് ലൈവായിട്ട് നിങ്ങളെ കാണാനുള്ള അവസരവും നമുക്ക് ഒരുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ അവസരം നിങ്ങളുടെയാണ്, നിങ്ങൾ വിനിയോഗിക്കുക. ഓൾ ദി ബെസ്റ്റ്.